السلام عليكم. أعوذ بالله من الشيطان الرجيم. الله نور السماوات والأرض. مثل نوره كمشكاة فيها مصباح. المصباح في زجاجة. الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. صدق الله. السلام عليكم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. Respected parents, our chief guest, Mr. Shaukat Ali Sir, member of SCRT Textbook Committee, Mr. Qamat Ibrahim Goti, Biran Koyab Sahib, manager of Heavens Kutamuchi, and teachers and my dear children, a warm welcome to our annual day celebration and Quran Khatam completion program. A special congratulations to our youngsters who have completed Quran Khatam. Your dedication and perseverance are an inspiration to us all. Thank you for your presence here. Let us come together to make this day to remember. Once again, I welcome you all happily. Assalamu alaikum. Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala rasulil amin wa ala alihi washabihi ajma'in amma ba'd. ആദരണീയനായ യോഗാധ്യക്ഷൻ ബീര മാസ്റ്റർ, ജാസ്മിൻ ടീച്ചർ, മറ്റ് സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായ മാന്യ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, ഹെവൻസ് ഖുറാനിക് പ്രീ സ്കൂളിൻ്റെ വാർഷിക ആഘോഷവും കുട്ടികളുടെ കലാപരിപാടിയും വീക്ഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും മക്കൾക്കും അഭിനന്ദനങ്ങളും. ഇൻഷാ അല്ലാഹ് ഞാൻ ഹെവൻസ് കൂട്ടുമൂച്ചിയിൽ ഈ സ്കൂളിൽ തുടങ്ങിയ കാലത്ത് ഒരു രക്ഷിതാവായിരുന്നു. എൻ്റെ മകൾ ഒരു 4 വർഷം മുമ്പ് ഈ സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് എനിക്കുണ്ടായിരുന്നത്. അവൾ നന്നായി ഖുർആൻ ഓതിയിരുന്നു. ഖുർആൻ ഓതുന്നതോടൊപ്പം ഭൗതികമായ ഇംഗ്ലീഷ് ലാംഗ്വേജൊക്കെ നന്നായി അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി എത്തിയതിന് ശേഷമാണ് 1ാം ക്ലാസ്സിലെ ടീച്ചർക്ക് കാര്യമായ പണിയൊന്നും ഇവർ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സന്തോഷത്തിലാണ് ജാസ്മിൻ ടീച്ചർ എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയായി ഓടി വരുന്നത്. ഈ സ്ഥാപനത്തോട് നല്ലൊരു ബന്ധമുണ്ട്. എൻ്റെ മക്കളിൽ അവസാനത്തെ മോള് ചെറിയ കുട്ടിയാണ് ഇവിടെ പഠിച്ചിരുന്നത്. ഈ സദസ്സിൽ രക്ഷിതാക്കളുമുണ്ട്, കുട്ടികളുമുണ്ട്. ഇങ്ങനത്തെ ഒരു സദസ്സിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമാണ്. കുട്ടികളോട് സംസാരിക്കുന്നത് രക്ഷിതാക്കൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. രക്ഷിതാക്കളോട് സംസാരിക്കുന്ന ഭാഷ വേറെയാണ്. ഏതായാലും രണ്ടും കൂടി കൂട്ടി ഞാൻ കുറച്ച് സമയം നിങ്ങളുമായി സംവദിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പരിപാടിയുടെ വാർഷികാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അല്ലാഹു അക്ബർ. നമുക്കറിയാം, നമ്മുടെ സ്കൂള് ഖുറാനിക് സ്കൂളാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ തീരുമാനം നല്ലൊരു തീരുമാനമാണ്. ആധുനിക മനഃശാസ്ത്ര പ്രകാരം എനിക്കറിയാം, ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളെ പുതിയ കരിക്കുലത്തിൽ കുട്ടികൾക്ക് ബൈഹാർട്ട് പഠിക്കാനൊന്നുമില്ല. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പദ്യങ്ങളൊക്കെ ഒരുപാട് ബൈഹാർട്ട് പഠിച്ചിരുന്നു. അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ, നമ്മൾ ഹിന്ദിയിലൊക്കെ ബൈഹാർട്ട് പഠിച്ചിരുന്നു. ഇന്ന് ഒരു ബൈഹാർട്ടും ഇല്ല. മദ്രസയിൽ പഠിക്കുന്നൊരു ബൈഹാർട്ട് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പുതിയ കണ്ടെത്തൽ പ്രകാരം
7 വയസ്സോടുകൂടി കുട്ടിയുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച അവസാനിക്കുകയാണ്. പിന്നെ അറിവുകൾ, എത്ര അറിവുകൾ, കപ്പാസിറ്റി അറിവുകൾ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. വളർച്ച അവസാനിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അറിവുകൾ സ്വാംശീകരിക്കാനുള്ള അവസരങ്ങളാണ്. ഈ പ്രായത്തിൽ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളത് ന്യൂറോൺസിൻ്റെ ഡെവലപ്പിന് വളരെ ഉപകാരപ്പെടുന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് ഇവിടെ മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്തത്. ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികളുണ്ട്. അപ്പോൾ അത് അത്ഭുതം തന്നെയാണ്. അവർക്കതിൻ്റെ അർത്ഥം അറിഞ്ഞോളുന്നില്ല, പക്ഷെ മനോഹരമായി അവർ പാരായണം ചെയ്യുന്നുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ലോകത്തെ ഏറ്റവും അത്ഭുതമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. നമ്മളെ കയ്യിലാണുള്ളത്, പക്ഷെ നമ്മളത് അതിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിൽ നീതിയെക്കുറിച്ച് പറയുന്നില്ലേ, കാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒക്കെ പോസിറ്റീവായ ഒരുപാട് ഗുണങ്ങൾ, അറിവ് സമ്പാദിക്കുന്നതിനെക്കുറിച്ച് എത്രയോ ആയത്തുകൾ ഖുർആനിലുണ്ട്. അങ്ങനെ ഒരു ഏത് ഗ്രന്ഥമാണുള്ളത്? ഇങ്ങനെ എല്ലാം കൂടി പറയുന്ന എല്ലാ ഗുണങ്ങളും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ പോസിറ്റീവായിട്ടുള്ള എനർജിയും തരുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ്. നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ വിശദമായി പാരായണം ചെയ്ത് അർത്ഥസഹിതം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ സ്നേഹിക്കാതിരിക്കാൻ, ഖുർആനെ ബഹുമാനിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. നീതിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ അത്ര നീതിയെക്കുറിച്ച് ലോകത്ത് ആരാ പറഞ്ഞിട്ടുള്ളത്? സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വിധി പറയുമ്പോൾ അത് നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾക്ക് ജ്യേഷ്ഠനും അനുജനും മാതാപിതാക്കൾക്കും എതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണം. പറഞ്ഞിട്ടില്ലേ? മനുഷ്യ സമൂഹം ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം. മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ്. ഏക ദൈവത്തെ പോലെ തന്നെ ഏക മാനവികത പറഞ്ഞ അത്രമാത്രം പോസിറ്റീവ് എനർജിയുള്ള ഗ്രന്ഥമാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ചെറിയ പ്രായത്തിൽ പകർന്നു കൊടുക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. ഈ സ്കൂളിൽ തിരഞ്ഞെടുത്തതിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദയയെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. എത്രയോ സ്ഥലത്ത് കാരുണ്യത്തെക്കുറിച്ച്, സഹായത്തെക്കുറിച്ച്, അങ്ങനെ ഇതെല്ലാം കൂടി പറയുന്ന ഒരു ഗ്രന്ഥം ലോകത്തുണ്ടോ? ഇന്നും ഇറങ്ങിയിട്ടില്ല. നിയമം പറയുന്ന ഗ്രന്ഥം നിയമത്തെക്കുറിച്ച് പറയും, അല്ലേ? വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് അത് പറയും. എന്നാൽ ഇതെല്ലാം കൂടി ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ എല്ലാം, ക്ഷമയെക്കുറിച്ച് പറയുന്നു. ഒരു സൂറത്ത് ഹുജറാത്ത് എന്ന സൂറത്ത് മാനേഴ്സിനെ കുറിച്ചാണ്. ഹൗ ടു ബിഹേവ്, എങ്ങനെ ആളുകളോട് പെരുമാറാം. എന്തിനേറെ ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ അവരെ വീട്ടിലുള്ളവർ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞ് അവർ സലാം മടക്കിയ ശേഷം അവർ അനുവാദം തന്നാൽ മാത്രമേ അകത്തേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറയുന്ന അതിമൂല്യവത്തായ, ആളുകളെ പരിഹസിക്കരുതെന്ന് പറയുന്ന, കുറ്റം പറയരുതെന്ന് പറയുന്ന എല്ലാ ഗുഡ് മാനേഴ്സും, മനുഷ്യൻ്റെ ഐക്യത്തെക്കുറിച്ച് പറയുന്ന ഇത്ര മനോഹരമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ് നിങ്ങളെ കുട്ടികളിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമുക്ക് എല്ലാവർക്കും പരാതിയാണ്, കുട്ടികൾ നമ്മൾ പറയണത് കേൾക്കണില്ല എന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? കുട്ടികൾ നമ്മളെ കേൾക്കണമെന്നില്ലെങ്കിലും അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഉമ്മയുടെ പ്രവൃത്തി, ഉപ്പയുടെ പ്രവൃത്തി അവർ നിരീക്ഷിക്കുന്നുണ്ട്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കണില്ലേ? ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ നമ്മുടെ അയൽവാസിയുമായുള്ള പെരുമാറ്റം, നമ്മൾ ഒരു വിരുന്നുകാർ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കുറിച്ച് പറയുന്നത്, ഓക്ക് വരാൻ കണ്ടൊരു നേരം, വിരുന്നുകാർ ഞായറാഴ്ച ആകുള്ളൂ, ഈ സെല്ലും കൂടി ഇങ്ങോട്ട് വന്നിക്കണം, അല്ലേ? നാത്തൂൻ വന്നാൽ നമ്മൾ പറയുന്ന വർത്താനം അങ്ങനെ പറയാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ കുട്ടി നിരീക്ഷിക്കുന്നുണ്ട്. കുട്ടി നമ്മളെ കേൾക്കുന്നില്ലെങ്കിലും അവർ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. എന്നാളൊരു കുതുബ പ്രസംഗത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉദാഹരണമാണ്. നമ്മുടെ നാട് എന്ന് പറയുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമ്മിശ്രമായി ജീവിക്കുന്ന വളരെ മനോഹരമായ ഒരു സമൂഹമാണ്. ലോകത്ത് അത്ഭുതകരമായ സമൂഹമാണ് നമ്മുടേത്. നമ്മളെന്താ ചെയ്യാറ്? നമ്മളെ വീട്ടിൽ വലിയൊരു മത്തനുണ്ടായി എന്ന് വിചാരിക്കാം. ആ മത്തനുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി മുറിക്കും. മുറിച്ചിട്ട് നമ്മളെ ചെറിയ കുട്ടിൻ്റെ അടുത്ത് അത് കൊടുത്തയക്കും. ആരെ വീട്ടിലേക്ക്? അപ്പുറത്തുള്ള 2 വീട് അപ്പുറത്തുള്ള മൈമുട്ടിയാക്കാൻ്റെ പെരേക്ക് നമ്മളെ ചെറിയ മോൾ അതങ്ങനെ കൊണ്ടുപോകും. ജാനകിയച്ചിൻ്റെ വീടിന് മുമ്പിലൂടെയാണ് ഈ മത്തനും കൊണ്ട് ഇങ്ങനെ പോണത് കുട്ടി. അപ്പോൾ ജാനകിയെ ചോദിക്കും, എങ്ങോട്ടാ മോളെ? അത് മോമുട്ടിയാക്കാൻ്റെ കൊടുക്കാണ്. എന്തുകൊണ്ട് ആ മത്തനെ ഒരു കഷ്ണം കൂടി ആക്കിയിട്ട് കുട്ടിൻ്റെ അടുത്ത് ജാനകിയച്ചിക്ക് കൊടുത്തുകൂടാ? അതാണ് ഖുർആൻ പറയുന്നത്. മക്കയിൽ പട്ടിണിയായപ്പം പ്രവാചകനെ ആട്ടി ഓടിച്ച മക്കയിൽ
ക്രൂരമായി ആട്ടി ഓടിച്ച മക്കയിൽ പട്ടിണിയാണ്. പ്രവാചകൻ എന്താ ചെയ്തത്? നിങ്ങൾ കേട്ടല്ലേ ചരിത്രം? അവിടുന്ന് ഭക്ഷണ സാധനങ്ങൾ മക്കയിലേക്ക് കൊടുത്തേക്കാം. മദീനയിലെ സുഭിക്ഷതയിൽ നിന്ന് ഭക്ഷണങ്ങൾ മക്കയിലേക്ക് കൊടുത്തേക്കാണ് പ്രവാചകൻ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിലൂടെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ അയൽവക്കത്തുള്ള എല്ലാവരെയും തുല്യമായി കാണുന്നു എന്ന മെസ്സേജ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അവരെ ഉപദേശിക്കൊന്നും വേണ്ട, നിങ്ങളങ്ങനെ പ്രവർത്തിച്ചാൽ മതി. നിങ്ങൾ ഖുർആൻ ഓതിയാൽ മതി. കുട്ടികൾ ഖുർആൻ ഓതും. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പാരൻസ് മീറ്റിങ്ങിൽ ഒരു രക്ഷിതാവ്, ഒരു +2 വരെ പഠിച്ച രക്ഷിതാവാണ്, ഒരു പെൺകുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഒരക്ഷരം നിങ്ങൾ കൊടുക്കുന്ന ലൈബ്രറി പുസ്തകം ഒന്നും തൊട്ട് നോക്കലില്ല മാഷെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ വായിക്കലുണ്ടോ വീട്ടിൽ വെച്ച്? ഇല്ല, ഞാൻ വായിക്കലില്ല. നിങ്ങളെ ഭർത്താവ് വായിക്കലുണ്ടോ? ഇല്ല. ഒരു കാര്യം ചെയ്യുക, നിങ്ങളെ ഭർത്താവിനോട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു 4 പുസ്തകം, കോഴിക്കോട് ഒരു കച്ചവടം, കോഴിക്കോട് നിന്ന് വരുമ്പോൾ 4 പുസ്തകം വാങ്ങിക്കൊണ്ടുവരാൻ പറയുക. എന്നിട്ട് ഒഴിവുള്ള ദിവസം നിങ്ങൾ രണ്ടാളും കൂടി കസാലയിലിരുന്ന് ഇങ്ങനെ വായിക്കുക. എന്നിട്ട് അതിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുക. എന്താ രസം. അപ്പം ഞാൻ പിന്നത്തെ യോഗത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങളങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്തു. ഇപ്പം എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. ഞങ്ങൾ വായിച്ച പുസ്തകമൊക്കെ മോനും വായിച്ചെന്ന് പറഞ്ഞു. യെസ്, അതാണ്. ആ കഥയിലെ കുറച്ച് ഭാഗം ഉമ്മ ഉപ്പാനോട് ഇങ്ങനെ പറഞ്ഞത് ഓൻ കേട്ട്. എൻ്റെ ഉപ്പപ്പാക്ക് ഒരു ആനണ്ടായിരുന്നുള്ള കഥയിലെ ലേശം ഭാഗം ഉപ്പാനോട് പറഞ്ഞത് ഉമ്മ കേട്ടു. ഉമ്മ പറയുന്നത് ഉപ്പ കേട്ടിട്ടുണ്ട്. മക്കൾ സ്വാഭാവികമായിട്ടും വായിക്കും. നിങ്ങളുടെ വീട്ടിലെ ഓരോ ചർച്ചയും കുട്ടികൾ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ചും സൽക്കാരത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും തലാക്കലിനെ പറ്റിയും മാത്രമാണ് ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങളെ കുട്ടി അത് കേട്ടാണ് വളരുക. കുട്ടിയുടെ മനോമുഖരത്തിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അതാണ് ഉണ്ടാകുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സംസാരിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ പഠിച്ചുയർന്ന ആളുകളെക്കുറിച്ചും അഡ്മിഷൻ കിട്ടിയ വലിയ IIT പോലത്തെ സ്ഥാപനങ്ങൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികളെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ബോധപൂർവം അങ്ങനെയുള്ള ചർച്ചകളാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തീൻമേശയ്ക്ക് ചുറ്റും ഇരുന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ കുട്ടിയും അതേ ഒരു എന്താ പറയുക കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നാ പറയുക, മനഃശാസ്ത്രപരമായി കുട്ടിയുടെ ബുദ്ധിയും ആ രീതിയിൽ അങ്ങനെ വളർന്ന് വികസിച്ച് വരും. അത്ഭുതമാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഡോക്ടേഴ്സിൻ്റെ ഒക്കെ മക്കളൊക്കെ ഡോക്ടേഴ്സായി വരുന്നു, എന്താ അത് അങ്ങനെയെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അത് അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധി കൊടുത്തോണ്ടൊന്നുമല്ല. അവരുടെ പിൻബലം എന്ന് പറയുന്നത് അവരാണ്. നിങ്ങളെ പിൻബലം, നിങ്ങളെ പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കി വെക്കി, നല്ല രസമായിരിക്കും. നിങ്ങൾ അങ്ങനത്തെ ചർച്ചകൾ, ഗാസയെക്കുറിച്ച് ചർച്ച ചെയ്യും, ഫലസ്തീനെ കുറിച്ച് ചർച്ച ചെയ്യും. മീനെക്കുറിച്ചും ഇറച്ചിനെ കുറിച്ചും മാത്രം ചർച്ച ചെയ്യാതെ പത്രം വായിച്ചിട്ട് ഗാസ എന്താണ് നടന്നത്, ട്രംപ് എന്താണ് പറഞ്ഞത്, ഈ കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് സംസാരിക്കുക. ബോധപൂർവമായ ഒരു ഇടപെടൽ നടത്തി നോക്കൂ. നിങ്ങളൊക്കെ എനിക്കറിയാം, എല്ലാവരും വിദ്യാഭ്യാസ രക്ഷിതാക്കൾ, പുതുതലമുറ രക്ഷിതാക്കളാണ് നമ്മളെത്തുള്ളത്. എല്ലാവരും +2 വരെ ഡിഗ്രി വരെയൊക്കെ BEd ഒക്കെ എടുത്ത രക്ഷിതാക്കളാണ് മിക്കവാറും. ഇപ്പോൾ എൻ്റെ 1ാം ക്ലാസ്സിലെ പാരൻസിന് ഞാൻ ട്രെയിനിങ് കൊടുക്കാറുണ്ട് എൻ്റെ സ്കൂളിൽ. അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മിക്ക രക്ഷിതാക്കളും ഡിഗ്രിയും +2 ഒക്കെ കഴിഞ്ഞവരാണ്, നല്ല വായനാശീലമുള്ള. പക്ഷെ അവരും ഇതൊന്നും ചർച്ച ചെയ്യണില്ല. വീട്ടിൽ ചർച്ച ചെയ്യുന്നെങ്കിൽ മാത്രമേ, നമ്മൾ അതിനുള്ള ഭൗതികമായ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ കുട്ടികളെ നിരീക്ഷണത്തിൽ നമ്മൾ വരികയുള്ളൂ. കുട്ടികളെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ. അവർക്കെല്ലാം അറിയാം. നമ്മളെക്കാൾ കൂടുതൽ വിവരങ്ങളെ സ്പീഡിൽ അസിമുലേറ്റ് ചെയ്യാനുള്ള, പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് അറിയാം. ഒരുപാട് വിവരങ്ങൾ കൂടുതലാണ്. അത് കൊടുക്കാനുള്ള കാരണം എന്താണ്? പണ്ടത്തെ കുട്ടികളല്ലെന്ന്. ഇന്ന് കുട്ടിയോട് ആനാന്നൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ആന എങ്ങനെയാണ് നടക്കുന്നതൊക്കെ അവൻ TV-യിലും മൊബൈലിലും കണ്ടതാ. അതുകൊണ്ട് അതൊന്നും പറയണ്ട. അതിനും പുതിയ വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏറ്റവും കൂടുതൽ ഡാറ്റ കൊടുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല. ഏതായാലും നമ്മുടെ കുട്ടികളുടെ ഭാവി ഭദ്രമാക്കുക. നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്, ഈ കുഞ്ഞു മക്കളാണ്. അവരിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവരിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങനെ കൊടുക്കാന്നല്ല, അവരെ പ്രോത്സാഹിപ്പിക്കണം. ഒരു മത്സര പരീക്ഷയിൽ അവർ പങ്കെടുത്ത് തോറ്റാലും, എൻ്റെ മകന് ചെറുപ്പം മുതലേ ഈ യുറീക്ക വിജ്ഞാന പരീക്ഷ, ശാസ്ത്ര പരീക്ഷകൾ, അതേപോലെ തന്നെ ഒരുപാട് ഈ മത്സര പരീക്ഷകളൊക്കെ എഴുതും. ചിലതൊക്കെ അവന് കിട്ടും, ചിലത് കിട്ടാറില്ല. കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ആക്കൊരു ടെൻഷനാണ്. അപ്പം അന്നാണ് ഞാൻ അവർക്ക് വലിയ സമ്മാനം വാങ്ങി കൊടുക്കുക. പങ്കെടുത്താൽ സമ്മാനം കൊടുക്കണം. എൻ്റെ അഭിപ്രായം ഏതാ?
വിജയിച്ചാൽ എന്തിനാ നിങ്ങൾ സമ്മാനം കൊടുക്കുന്നത്? അവൻ അറ്റംപ്റ്റിനാണ് സമ്മാനം. ഒരു കുട്ടിയുടെ അറ്റംപ്റ്റ്, ശ്രമിച്ചു പഠിക്കാൻ ശ്രമിച്ചു, ആ ശ്രമത്തിനാണ്. ഇപ്പൊ പിന്നെ ഔട്ട്കമ്മിൻ്റെ കാലമല്ല. പുതിയ വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യം നേടണമെന്നില്ല, ആ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്നാ. അപ്പോൾ കുട്ടി ഇവിടെ സ്റ്റേജിൽ വന്ന് പാട്ട് പാടി കൊളായാൽ അജി അത് ഞാൻ പറഞ്ഞ മാതിരി പാടിയില്ല, തെറ്റിച്ചില്ലെന്നൊന്നും ചോദിക്കാൻ പാടില്ല. കുട്ടി അതോടെ അവൻ്റെ ആത്മവിശ്വാസം ആകെ നമുക്കൊക്കെ ഉള്ള എന്താണ്, ഒരു കോൺഫിഡൻസാണ്. കോൺഫിഡൻസിലുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പം സംസാരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നത് ഒരു ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസം എത്രമാത്രം നിങ്ങൾ കുട്ടിയെ കൊടുക്കാൻ വരുന്നോ അതൊരിക്കലും നിങ്ങൾ തകർക്കാൻ പാടില്ല. കുട്ടിയുടെ പരാജയങ്ങൾ അവരെ നമ്മൾ ചേർത്ത് നിർത്തണം. നോക്കി അടുത്തതിൽ വന്ന് നേടും. ഈ പരീക്ഷയിൽ തോറ്റത് ഇപ്പോൾ യുറീക്ക ഇപ്പോൾ സ്കൂളിൽ ക്വിസ് മത്സരം നടന്നു, അവന് 3ാം സ്ഥാനം കിട്ടിയുള്ളൂ. ഒന്നും പറയണ്ട, സമ്മാനം കൊടുക്കുക. ഇനി ഒന്നും കിട്ടിയില്ല, പങ്കെടുത്തില്ലേ, സൂപ്പർ, ഒരു പുസ്തകം വാങ്ങിക്കൊടുക്കുക. അവൻ്റെ ഓരോ പുരോഗതിയിലും, മക്കളുടെ ഓരോ പുരോഗതിയിലും അവരോടൊപ്പം നിന്ന് നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നോക്കി. നിങ്ങളും ഓരോക്കെ നല്ല ചങ്കാവും. കുട്ടികളുടെ ഭാഷ സംസാരിക്കണം. വലിയ ധാർഷ്ട്യത്തിൽ നിങ്ങൾ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. വളരെ ലിമിറ്റായിട്ടുള്ള അവരുടെ ഭാഷ, അവരുടേതായിട്ടുള്ള വിനയത്തിൽ. നമ്മൾ അവരെക്കാൾ മുതിർന്നവരാണ്, നമ്മൾ വലിയ ആൾക്കാരാണ്. പക്ഷേ കുട്ടികളോടൊപ്പം ആകുമ്പോൾ കുട്ടികളെപ്പോലെ ആവുക എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരണീയനായ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ? പ്രവാചകൻ കുട്ടികളോടൊപ്പം കളിച്ചിരുന്നു. കുത്തുബ പറയുന്ന ഏറ്റവും ഫർളായുള്ള കുത്തുബ പറയുന്നിടത്തുനിന്ന് പ്രവാചകൻ്റെ പേരക്കുട്ടിയ ഹുസൈൻ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ കുത്തുബ പറയുന്നിടത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് അവനെ താലോലിച്ചതിന് ശേഷമാണ് പിന്നെ മെമ്പറിൽ കയറുന്നത്. കുട്ടികൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം, അമാനത്ത്, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച ഏറ്റവും വലിയ മുതലാണിത്. ആ മുതൽ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ ചേർത്തി എന്ന് തന്നെ നിങ്ങൾ പകുതി നിങ്ങൾക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ പറ്റും. ഈ പഠിച്ച ഖുർആൻ അവരുടെ മനസ്സിലുണ്ടാകും. എൻ്റെ മകൾ പഠിച്ച ഖുർആൻ അവളുടെ മനസ്സിലുണ്ട്. അവള് പിന്നെ ടോയ്ലറ്റിലേക്ക് ചേർമ്പോൾ, വാഷ്റൂമിൽ കയറുമ്പോൾ ഇപ്പോഴും ചെല്ലുന്നുണ്ട്. ഇപ്പം 4ാം ക്ലാസ്സിലാണ് 3ാം ക്ലാസ്സിലാണ് മദ്രസയിൽ, അവിടുന്ന് പഠിക്കേണ്ടതില്ല, അത് പഠിച്ചിട്ടുണ്ട്. ഉണർന്നെണീക്കുമ്പോൾ ചെല്ലേണ്ടത് ഇവിടുന്ന് പഠിച്ചതാണ്, അവർക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ നമ്മളൊന്ന് തൊട്ട് കൊടുത്താൽ മതി, പറഞ്ഞാൽ മതി. അപ്പോൾ ഇസ്ലാമികമായ മൂല്യങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുറച്ചധികം നീണ്ടുപോയെന്ന് തോന്നുന്നു, ഏതായാലും ക്ഷമിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സ്ഥാപനം ഇനിയും ഒരുപാട് വളർന്ന് വികസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ചുറ്റുപാടത്തുള്ള കുട്ടികൾ, നിങ്ങളെ പരിചയത്തിലുള്ള മക്കളൊക്കെ ഈ സ്ഥാപനവുമായി നിങ്ങൾ അടുപ്പിക്കണം, അവരുടെ ചേർത്തണം. പരമാവധി ഇവിടെ കലാപരിപാടികളുണ്ട്. കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ എല്ലാ സംഗതികളും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനത്തെ ഹെവൻസ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരുപാട് ഹെവൻസ് സ്കൂളുണ്ട്. അതിന് കരിക്കുലം തയ്യാറാക്കിയ ഒരു ടീമുണ്ട്. വളരെ വലിയ ബുദ്ധിമാന്മാരായ ആൾക്കാരെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളെ കുട്ടികളെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ബേഡനാകുന്ന, ഭാരമാകുന്ന ഒന്നുമില്ല. വളരെ രസകരം. ഇവിടുന്ന് പഠിക്കുക, ഇവിടുന്ന് നിങ്ങളൊന്ന് സഹായിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ ഉപകാരപ്പെടും. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഈ സ്ഥാപനത്ത് ഉണ്ടാകണം. എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഇതുവരെ എന്നെ ശ്രമിച്ച നിങ്ങൾ കുട്ടികളോടൊപ്പമാകുക, കുട്ടികളെ സ്നേഹിക്കുക, കുട്ടികളെ ചേർത്ത് പിടിക്കുക, അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. ഒരു കാര്യം ഞാൻ അടിവരട്ട് പറയുന്നു, നിങ്ങൾ അവരെ ഉപദേശിക്കണമെന്നില്ല. നിങ്ങൾ നന്നായാൽ മതി, നിങ്ങളുടെ പെരുമാറ്റം ഡീസൻ്റ് ആയാൽ മതി, നിങ്ങളുടെ ഭാഷ നിങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാം ഡീസൻ്റ് ആയാൽ അത് മദർ ടങ് ആയിട്ട് അവരിങ്ങനെ കുട്ടികളുടെ വേർണിക്കൽ ഏരിയ വികസിക്കുന്ന, ഭാഷ വികസിക്കുന്ന സമയം, ആ സമയത്ത് എല്ലാം അവർ കേൾക്കുന്നുണ്ട്. അതാണ് അവർ സ്കൂളിൽ പോയി പറയാം, സമൂഹത്തിന് അതാണ് പറയാം. നിങ്ങൾ ഉയർന്നൊരു നിലവാരത്തിലേക്ക്, നമ്മളൊരു ഉയർന്ന നിലവാരത്തിലേക്ക്, ഒരു രക്ഷിതാവ് നിലയിലേക്ക് ഞാനൊന്ന് ഉയർന്നാൽ മതി. അപ്പോൾ കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കളും വളരണം എന്നാണ് പുതിയ മനഃശാസ്ത്രം. ജപ്പാനിലും തായ്ലൻഡിലൊക്കെ രക്ഷിതാക്കൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ഗർഭിണികൾക്ക് പരിശീലനം കൊടുക്കുക. എങ്ങനെ ആദ്യത്തെ മാസം കുട്ടീനോട് എങ്ങനെ പെരുമാറണം, 2ാമത്തെ മാസം എങ്ങനെ പെരുമാറണം ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനത്തെ വയലും പരിപാടിയേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പാരൻറ്റിങ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കേട്ട് നമ്മളെ കുട്ടികളെ ചേർത്ത് പിടിച്ച് നമ്മളോടൊപ്പം നിർത്തി നമ്മളെ സ്നേഹിക്കുന്നവരാക്കി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം നിങ്ങളോട് തുറന്നു പറയും, നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ടായിത്തീരും.
അള്ളാഹു നമ്മുടെ ഈ പരിപാടി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وآخر دعوانا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ലക്കൽ ഹംദു ബിൽ ഇസ്ലാം വലക്കൽ ഹംദു ബിൽ ഈമാൻ വലക്കൽ ഹംദു ബിൽ ഖുർആൻ. ബഹുമാന്യരായ സഹൃദയരായ രക്ഷിതാക്കന്മാരെ, നാട്ടുകാരെ, വളരെ വൈകിയ ഈ സന്ദർഭത്തിൽ സുദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ബഹുമാന്യനായ ഷൗക്കത്ത് അലി സാഹിബ് വളരെ വിശദമായ ഒരു പ്രസംഗം തന്നെ ഇവിടെ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയൊരു പ്രസംഗത്തിൻ്റെ പ്രസക്തി ഇവിടെ ഇല്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒരു 4 സ്കൂളുകളിൽ ഇതുപോലെ വാർഷികാഘോഷം നടക്കുന്ന ദിവസമാണിന്ന്. അപ്പോൾ എല്ലാവരും തിരക്കിലാണ് ഈ ഭാഗത്തുള്ള ആളുകൾ. നമുക്കാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അവരുടെ രക്ഷിതാക്കന്മാരും ഈ പരിസരത്തിലുള്ള ആളുകൾ വന്നാൽ അവർക്കുള്ള സൗകര്യം ചെയ്യാൻ മാത്രമേ നമുക്ക് ഇവിടെ സൗകര്യമുള്ളൂ, അവരെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ പ്രസംഗം നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഒരു ഉദ്ഘാടന സെഷൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹെവൻസ് സ്കൂളിനെ സംബന്ധിച്ച് വളരെ ചുരുക്കി പറഞ്ഞാൽ 2 വാക്ക് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്നാമത്, ഹെവൻസിൻ്റെ പ്രത്യേകത ഖുർആനിക് സ്കൂളാണ്. ഖുർആനാണ് ഇവിടെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. ഖൈറുക്കും തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകൾ, മൻ ഒരുത്തരാണ്. ആരാണവർ? തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുകയും വഅല്ലമഹു അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളവരാണ് ഏറ്റവും ഉന്നതന്മാര്, ഹൈറായ ആളുകൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അതാണ് ഹെവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുഖ്യ വിഷയം എന്താ? ഖുർആനാണ്. നിങ്ങൾക്കറിയാം, ഈ 3 വയസ്സായ കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ. ഇപ്പൊ നേരത്തെ നടന്ന പരിപാടിയില്ലേ, ആ പരിപാടിയിലൊക്കെ ആ സൂറ, നമുക്ക് പോലും അറിയാത്ത സൂറകൾ എത്ര സുന്ദരമായിട്ടാണ് ഈ ചെറിയ മക്കൾ ഇവിടെ അവതരിപ്പിച്ചത്. 3 വയസ്സ് പ്രായത്തിലാ. നമ്മളൊക്കെ പഠനം തുടങ്ങിയത് ഏത് കാലത്താ? 6 വയസ്സായിട്ടാണ് നമ്മളൊക്കെ സ്കൂളിലേക്ക് ചേർത്തിയത്. ഇപ്പോൾ അതിൻ്റെ പകുതി വയസ്സിൽ, 3ാമത്തെ വയസ്സിൽ ഈ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നിട്ട് അവരെ പഠിക്കുന്നത് എന്താ? നിങ്ങളെ കുട്ടികൾ പോയി ഹെവൻസിൽ ചേർന്നത് എന്തിനാ? വേറെ ധാരാളം സ്കൂളില്ലേ? ധാരാളക്കണക്കിന് നഴ്സറി സ്കൂളുകൾ കൂണ് പോലെ വളർന്നു വരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നഴ്സറി സ്കൂളിലേക്ക് പറഞ്ഞയക്കാതെ നിങ്ങളുടെ കുട്ടികളെ എന്തിനാണ് ഹെവൻസിലേക്ക് പറഞ്ഞയച്ചത് എന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒറ്റ വാക്കിൽ എന്താണ് ഉത്തരം പറയാനുള്ളത്? ഞാൻ അതിന് പറയുന്ന ഒരൊറ്റ മറുപടി, അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ ഈ ഹെവൻസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയം ഖുർആനാണ്, ദിക്റുകൾ, ദുആകളാണ്, പിന്നെ സയൻസാണ്, സാമൂഹ്യ പാഠമാണ്, ഇംഗ്ലീഷാണ്, അറബിയാണ്. ഇതൊക്കെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ പഠിക്കാൻ ഹെവൻസിൽ മാത്രം വന്നാൽ മതി. നമ്മളൊക്കെ എങ്ങനെ പഠിച്ചത്? നമ്മൾ രാവിലെ മദ്രസയിൽ പോകും, അവിടെ ദീനിയായ കുറേ വിഷയങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകും, അവിടെ ഭൗതികമായ കുറേ വിഷയങ്ങൾ പഠിക്കും. അപ്പോൾ ദീനും ദുനിയാവും
ഇങ്ങനെ 2 വിദ്യാഭ്യാസമാണ് നമ്മളൊക്കെ നേടിയത്. ഇപ്പൊ ഈ ചെറിയ കുട്ടികൾ 3 വയസ്സുള്ള കുട്ടികൾ നമ്മളെ ഈ സ്ഥാപനത്തിൽ വരുന്നത് കൊണ്ട് ദീനും ദുനിയാവും രണ്ടും അവർക്ക് കിട്ടുന്നു. അവർ പിന്നെ വേറെ നഴ്സറി സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല, രണ്ടും ഇവിടെ വെച്ച് കിട്ടുന്നു. ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സ്പെഷ്യൽ കരിക്കുലമാണ് ഈ ഹെവൻസിൻ്റേത് എന്നത് മാത്രമാണ് നമ്മുടെ സവിശേഷതയായി നിങ്ങൾ മറ്റുള്ളവരോട് പറയാനുള്ളത്. മറ്റുള്ളവരൊക്കെ എന്താ നഴ്സറി പറഞ്ഞേക്കും, പിന്നെ എന്താ മദ്രസയിലും പറഞ്ഞേക്കും. 2 സ്ഥലത്തേക്ക് പോകണം. ഇവിടെ അത് വേണ്ട. ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്ന് നഴ്സറി സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതും കിട്ടും, മദ്രസയിൽ പഠിപ്പിക്കുന്നതും കിട്ടും. ഈ രണ്ടും 2 in 1 എന്ന് സാധാരണ പറയലുണ്ടല്ലോ. 2 in 1 2 കൂടി സമഞ്ജസമായി സമ്മേളിച്ച ഒരു വിദ്യാഭ്യാസ ക്രമമാണ്, സ്കീമാണ് ഹെവൻസിൻ്റേത് എന്ന് മാത്രം മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. വേറെ വിശദാംശങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ഹെവൻസിൻ്റെ പ്രത്യേകത. ഇത് കണ്ടിട്ടാണല്ലോ നിങ്ങൾ കുട്ടികളെ ഇവിടെ ചേർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ് എന്നാണ് നമുക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് എന്നത് തന്നെ ഏറ്റവും വലിയതാണ്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിസരത്തിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്താണ് ഹെവൻസിൻ്റെ പ്രത്യേകത എന്ന്. ഇത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ സ്പോർട്സ് പഠിപ്പിക്കുന്നുണ്ട്, കലാകായിക മത്സരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, അറബി പഠിപ്പിക്കുന്നുണ്ട്, മലയാളം പഠിപ്പിക്കുന്നുണ്ട്, സാമൂഹ്യ പാഠം, സോഷ്യൽ സ്റ്റഡി എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ടാണല്ലോ 3 വയസ്സുള്ള കുട്ടികളൊക്കെ ഇവിടെ നമുക്കറിയാത്ത സൂറത്ത് പോലും വളരെ മനോഹരമായി 20-21 ആയത്തുകളൊക്കെ ഉള്ള സൂറ എത്ര ഭംഗിയായിട്ടാണ് ഒരു തെറ്റും കൂടാതെ വളരെ അക്ഷരസ്ഫുടതയോടുകൂടി നമ്മുടെ മുമ്പിൽ ചൊല്ലി കാണിച്ചത്. ഇത് തന്നെയാണ് ഹെവൻസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്ര മാത്രമേ പറയാൻ സമയമുള്ളൂ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും വന്നത് ഇവിടുത്തെ കലാപരിപാടികൾ കാണാനാണ്. കലാപരിപാടികൾ കാണാൻ വന്ന ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് വലിയൊരു പ്രസംഗം നടത്തുന്നതിൽ തന്നെ പ്രസക്തിയില്ല. അതുകൊണ്ട് ചെറിയ വളരെ സംക്ഷിപ്തമായ ഒരു ഉദ്ഘാടന പരിപാടി മാത്രമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട പല ഐറ്റങ്ങളും ഇവിടെ ഈ സ്റ്റേജിൽ അരങ്ങേറാനുണ്ട്. ദഫ് മുട്ടുണ്ട്, കോൽക്കളിയുണ്ട്, മാപ്പിളപ്പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, അതുപോലെ എല്ലാ പരിപാടികളും, ഒപ്പനപ്പാട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. ഇതൊക്കെ മഗ്‌രിബിന് ശേഷമാണ് ഉണ്ടാകുക. ഖത്തമൽ ഖുർആനുണ്ട്, കോൺവെക്കേഷൻ പരിപാടി ഉണ്ട്. ആ കോൺവെക്കേഷൻ പരിപാടിയൊക്കെ കണ്ടാൽ 3 വർഷം ഇവിടെ പഠിച്ച കുട്ടികൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. ആ ചെറിയ മക്കള് 3 വയസ്സ്, 4 വയസ്സ്, 5 ഏറിയാൽ 5 വയസ്സുള്ള കുട്ടികൾ അത് നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾക്കണ്ട എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളത് കാണാൻ പോവുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് അവസാനമായിട്ട് നിങ്ങൾ അവസാനം വരെ ഈ പരിപാടിക്ക് ഇരിക്കണം എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി മഗ്‌രിബ് നിസ്കാരത്തിന് ചെറിയ ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് പരിപാടിയാണ്. ഒരു 9 മണി 9:30 മണിയാവുമ്പോൾ മാക്സിമം നമ്മുടെ പരിപാടി അവസാനിക്കും. പരിപാടിക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കും. അതിലൊന്നും നിങ്ങൾ ബേജാറാണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനാകുമ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ആദ്യ അവസാനം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇനി അവസാനമായിട്ട് നന്ദി പ്രകടനമാണ്. നന്ദി പ്രകടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുൻ പ്രിൻസിപ്പൽ അവരെ വളരെ സന്തോഷത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഏതൊരു കാര്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഓരോ രക്ഷിതാക്കളും ഹെവൻസിൽ കുട്ടികളെ ചേർത്തത്, ആ ലക്ഷ്യം പൂർത്തീകരിച്ച ഒരു സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത്. ഖുർആൻ പാരായണം ചെയ്യുകയും കുറച്ച് സൂറത്തുകൾ മനഃപ്പാഠമാക്കുകയും കൂട്ടത്തിൽ നല്ല ശീലങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്ത
ഈ മക്കൾ ഖുർആനിലൂടെ തന്നെ അവർക്ക് മുന്നോട്ട് പോകുമാറാകട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുകയാണ്, ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും കൺകുളിർമയേകുന്ന മക്കളായി നമ്മുടെ ഹെവൻസിലെ പൊന്നുമക്കൾ മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഷൗക്കത്ത് മാഷ് ഹെവൻസിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു ശ്വാസവും ഉൾക്കൊണ്ട നമ്മുടെ നാട്ടുകാരനും അധ്യാപകനും SCRT ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി മെമ്പറുമായ അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെയും സ്ഥാപനത്തിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആദരണീയനായ മാനേജർ ബീരാങ്കോയ സാഹിബ്, അദ്ദേഹത്തോട് ഞാൻ എൻ്റെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു. പൗരപ്രമുഖനും വ്യവസായിയുമായ മിസ്റ്റർ മുഹമ്മദ് ഇബ്രാഹിം കുട്ടി സാഹിബ്, അദ്ദേഹത്തെയും ഞാൻ ആത്മാർത്ഥതയോടെ ഈ പരിപാടിയിലൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ രക്ഷിതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് ഇവിടെ എത്തിയ ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവരെയും ഞാൻ ആത്മാർത്ഥമായി അവരോട് നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശാരീരികമായ പ്രയാസങ്ങൾ മൂലം എങ്ങനെ ഏൽപ്പിക്കണം, ആരെ ഏൽപ്പിക്കണം ഹെവൻസിനെ എന്ന് കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു അമാനത്ത് പോലെ ഏറ്റെടുത്ത് കർത്തവ്യം നല്ല എല്ലാ നിലക്കുമുള്ള റാഹത്തോടു കൂടെ നിർവഹിച്ച ഫസീല മാം, കൂടാതെ കുട്ടികളെ ഈ കൈത്രിയിലെ കുട്ടികളെ ഹത്തമിലേക്ക് എത്തിച്ച ജസീല മാം, റുസ്ന മാം, ഈ 2024-25 അധ്യയന വർഷത്തിലെ എഡിറ്റിംഗ് ആദ്യം മുതൽ അവസാനം വരെ രക്ഷിതാക്കൾക്ക് ആസ്വാദകരമാംവിധം എഡിറ്റിംഗ് ചെയ്ത് ആ കർത്തവ്യം ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിച്ച ഷബിന മാം, നമ്മുടെ ആനുവൽ ഡേൻ്റെ കോർഡിനേറ്റർ ഷമീമ ടീച്ചർ, എല്ലാവരെയോടും ഞാൻ ആത്മാർത്ഥമായി എൻ്റെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.